നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന നല്ല മനോഹരമായ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീടാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. നമുക്കിത് അടിപൊളിയായിട്ടുള്ള ഈ ഒരു വീട് നമുക്ക് 800 സെൻറ്റ് സ്ഥലത്ത് 750 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീടാണ്. തൊട്ടടുത്തായിട്ട് വേറെ വീടുകളൊക്കെ നമുക്ക് ഇതുപോലെ വില്ല പ്രോജക്റ്റുകളും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്ന ഒരു ഏരിയയാണ് നമുക്ക് ഈ ഒരു ഏരിയ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് നമുക്ക് ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ബേസിസിൽ നമുക്ക് ഈ ഒരു വീട് നമുക്ക് ബെറ്റർ ഓപ്ഷനായിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത്. ട്രിവാൻഡ്രം സെൻട്രൽ സിറ്റിയിൽ നിന്ന് ഒരു 10 കിലോമീറ്ററും ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 12 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് നമുക്ക് ഈ ഒരു വീടിനായിട്ട് വരുന്നത്. കറക്റ്റ് ലൊക്കേഷൻ തിരുവനന്തപുരം സെൻട്രൽ സിറ്റിയിൽ നിന്ന് 10 കിലോമീറ്റർ മാറി വട്ടിയൂർക്കാവ് എന്നുള്ള സ്ഥലത്ത് നമുക്ക് കാവിൻപുറം എന്നുള്ള എക്സാക്റ്റിലായിട്ടുള്ള ലൊക്കേഷനിലാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 300 മീറ്റർ മാത്രം മാറിയിട്ട് നമുക്ക് വരുന്ന അടിപൊളിയായിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീടാണ് നമുക്ക് ഈ വരുന്നത്. ഈ വീടിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസും എല്ലാം നമുക്ക് വീഡിയോയുടെ അവസാനം നമ്മൾ പറയുന്നതായിരിക്കും. മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വീടിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് കാണുന്നത് പോലെ തന്നെ ഈ കേബിൾ റൂഫും കാര്യങ്ങളും കൊടുത്ത് നല്ല മനോഹരമാക്കി തീർത്തിരിക്കുന്ന ഗ്ലാഡിംഗ് ടൈൽസ് ഉൾപ്പെടെ നമുക്ക് വന്നിരിക്കുന്ന ഒരു എക്സ്റ്റീരിയർ ലുക്കാണ് നമുക്ക് വന്നിട്ടുള്ളത്. അതിന് കുറച്ചുകൂടെ മനോഹരമാക്കുവാനായിട്ട് സ്പോട്ട് ലൈറ്റും കാര്യങ്ങളും കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. വീടിൻ്റെ എൻട്രൻസ് നമുക്ക് ഈ കാണുന്ന പോലെ തന്നെ ഇത്രയും വിശാലമേറിയ ഒരു എൻട്രൻസും കാര്യങ്ങളൊക്കെ വന്ന് കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന ഒരു ഏരിയയാണ്. ഫ്രണ്ടിൽ ടാറിട്ട ഫ്രണ്ടേജാണ് നമുക്ക് വരുന്നത്. വീടിൻ്റെ കോമ്പൗണ്ടിലോട്ട് നമുക്ക് കിടക്കാം. ഈ കാണുന്ന പോലെ തന്നെ ഫ്രണ്ടിൽ നമുക്ക് ഇൻ്റർലോക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. ഒരു കാർ ഒരു സുഖമായിട്ട് പാർക്കാനുള്ള സ്പേസ് കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഫ്രണ്ടേജ് നമുക്ക് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. വിശാലമേറിയൊരു ഫ്രണ്ടേജും കൊടുത്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ കസ്റ്റമർ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് ലോൺസും കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെയാണ് വീടിൻ്റെ സിറ്റ് ഔട്ട് വരുന്നത്. അടിപൊളിയായിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്ക് വീടിൻ്റെ ഫ്രണ്ടേജിൽ വന്നിട്ടുള്ളത്. 8x4 ഡയമെൻഷൻ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു സിറ്റ് ഔട്ടും കാര്യങ്ങളും തന്നെയാണ് നമുക്ക് ഈ ഒരു ഫ്രണ്ടേജിൽ വന്നിട്ടുള്ളത്. തൊട്ട് നമുക്ക് ഈ ഒരു പില്ലറിൽ നമുക്ക് ചെയ്തിരിക്കുന്ന വർക്ക് മുഴുവനും നമുക്ക് ടൈൽസാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഗ്ലാഡിംഗ് ടൈൽസിൻ്റെ ഡിസൈൻ വരുന്ന ടൈൽസും കാര്യങ്ങളും കൊടുത്ത് നല്ല മനോഹരമാക്കി തീർത്തിരിക്കുന്ന ഒരു വർക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ഫ്രണ്ട് ഡോർ എന്ന് പറയുമ്പോഴത്തേക്കും. ഫ്രണ്ട് ഡോർ മുഴുവൻ നമുക്ക് പ്ലാവിൻ്റെ അടിയിലാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല അടിപൊളി ഡിസൈനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന ഈ ഒരു ഫ്രണ്ട് ഡോറാണ് നിങ്ങളിപ്പോൾ കണ്ടുപിടിക്കുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീട്ടിൽ ഇത്ര നല്ല മനോഹരമായ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന ഒരു വീടാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് നേരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള 2 BHK വീടിൻ്റെ ഇൻറ്റീരിയറിലോട്ട് നമ്മൾ കിടക്കാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗം എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഈ കാണുന്നതാണ് ഈ ഒരു പറഞ്ഞ 2 BHK വീടിൻ്റെ മെയിൻ ലിവിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും. നല്ല വിശാലമേറിയ അടിപൊളിയായിട്ടുള്ള ലിവിങ് ഏരിയ ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ കത്തിയേറിയ നല്ല ക്വാളിറ്റി ടൈൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു TV യും നമുക്ക് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു പാറ്റേൺ ആണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് മൾട്ടി കളറിലാണ് നമുക്ക് ഈ ഒരു ഫോൾ സീലിംഗ് വർക്ക് വന്നിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റും ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. നമുക്ക് നേരെ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോവാം. നമുക്ക് ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ ആയിട്ട് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് വരുന്നത്. സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ വീട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലിവിങ് ഏരിയ ഡയമെൻഷൻ ഈ കാണുന്നത് പോലെ തന്നെ 16x10 നമുക്ക് ഡയമെൻഷൻ വരുന്നത്. പക്ഷെ നല്ല വിശാലമേറിയ ഒരു ഏരിയ തന്നെയാണ് നമുക്കിവിടെ ലിവിങ് ഏരിയയ്ക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോകാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ വന്നിട്ടുള്ളത്. 11x8 നമുക്ക് ഇതിൻ്റെ ഡയമെൻഷൻ വരുന്നത്. ഫ്ലോറിംഗ് കച്ചേരിയാണ് നല്ല ക്വാളിറ്റി ടൈൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് നോക്കുമ്പോഴത്തേക്കും നല്ല മൾട്ടി കളർ വരുന്ന ഫോൾ സീലിംഗ് വർക്ക് ഈ ഒരു പാറ്റേണിലെ ഡിസൈനിൽ ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നടുക്ക് ഒരു വുഡൻ പാറ്റേൺ വന്ന ഒരു പാനലും കാര്യങ്ങളും യൂസ് ചെയ്താണ് ആ ഒരു ഫോൾ സീലിംഗ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഈ കാണുന്ന പോലെ തന്നെ നമുക്ക് ഡൈനിങ് ഏരിയയിൽ വരുന്ന നല്ല മനോഹരമായ ഒരു വാഷ് ബേസിൻ കൗണ്ടറാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ വരുന്നത്. ബാക്കിൽ നമുക്ക് പാനലും കാര്യങ്ങളും കൊടുത്ത് 2 സ്പോട്ട് ലൈറ്റും മുകളിൽ കൊടുത്തുകൊണ്ട് നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് നമുക്ക് യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വാഷ് ബേസിൻ കൗണ്ടർ നമുക്ക് ചെയ്തിട്ടുള്ളത്. താഴെ നിന്ന് സ്റ്റോറേജ് സ്പേസൊക്കെ നൽകിക്കൊണ്ട് നല്ല മനോഹരമായി തീർത്തിട്ടുള്ള കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഈ ഒരു ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടിയുള്ള വാഷ് കൗണ്ടർ ഏരിയ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നേരെ വീടിൻ്റെ കിച്ചണിലോട്ട് പോവാം. ഈ കാണുന്നത് പോലെ തന്നെ വീടിൻ്റെ കിച്ചൺ നമുക്ക് ഒരു ഓപ്പൺ മോഡുലാർ രീതിയിലുള്ള ഒരു കിച്ചൺ തന്നെയാണ് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്.
ഹാങ്ങിങ് ലൈറ്റ്സ് ഉൾപ്പെടെ നല്ല മനോഹരമായി തീർത്തിട്ടുള്ള സ്പോട്ട് ലൈറ്റൊക്കെ വന്നിട്ട് ഒരു പാർട്ടീഷൻ ബോർഡും കാര്യങ്ങളും കൊടുത്ത് നല്ല മനോഹരമായി കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുള്ള ഒരു എൻട്രൻസിൽ നമുക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഏരിയ ആണ് നമുക്കിപ്പോൾ കണ്ടത്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉൾപ്പെടെ നമുക്ക് ഫ്രണ്ടിൽ തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നേരെ ഓപ്പൺ മോഡുലാർ രീതിയിലുള്ള കിച്ചണിലോട്ട് നമുക്ക് പോവാം. ഈ കാണുന്നതാണ് നല്ല മനോഹരമായ 2 BHK വീടിന് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കിച്ചൺ. 10x8 ഡയമെൻഷൻ വരുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കിച്ചണാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസാണ് ഫ്ലോറിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റോറേജ് സ്പേസിനായിട്ട് മുകളിലും താഴെയുമായിട്ട് ഒരുപാട് ക്യാബിനറ്റ്സിൽ നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ബോർഡ്സും കാര്യങ്ങളും വെച്ചാണ് നമുക്ക് ഈ ഒരു ഏരിയ എല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വീട് നമുക്ക് 2 BHK ആണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് നമുക്ക് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. നല്ല വിശാലമായ റൂമും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. 12x10 ഡയമെൻഷൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള റൂമാണ് ഈ ഒരു വീടിൽ നിന്ന് നമുക്ക് വന്നിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ്. നല്ല വിശാലമേറിയ വീതിയിലുള്ള ഒരു ബാത്റൂമാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. ഫ്ലോറിംഗെല്ലാം തന്നെ നല്ല മാറ്റ് ഫിനിഷിംഗ് ടൈൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പ്രീമിയം ചെയ്തിട്ടുള്ള ടൈൽസും കാര്യങ്ങളും യൂസ് ചെയ്ത് തന്നെയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് നമുക്ക് ഈ ഒരു ബാത്റൂമിൽ നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. നമുക്ക് നേരെ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം. നല്ല വിശാലമേറിയ റൂം സൈസും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു 2 BHK വീട് നമ്മൾ കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഒരു കോർണർ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഇത്രയും വീതിയും ലെങ്തും കാര്യങ്ങളുള്ള ഒരു റൂം തന്നെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ നല്ല ക്വാളിറ്റി ടൈൽസ് നമുക്ക് ഫ്ലോറിംഗായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. 12x12 ഡയമെൻഷൻ വരുന്ന നല്ല മനോഹരമായ റൂം സൈസും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് അടിപൊളിയായിട്ടുള്ള റൂം കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. ഒരു വാർഡ്രോബ്സും കൂടെ ഇവിടെ അവൈലബിൾ ആണ്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഈ ഒരു ബാത്റൂമും നമുക്ക് അത്യാവശ്യം നല്ല വിശാലമേറിയ ഒരു ബാത്റൂം തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. താഴെ നമുക്ക് ഫ്ലോറിംഗായിട്ട് നല്ല മാറ്റ് ഫിനിഷ് വരുന്ന പ്രീമിയം രീതിയിലുള്ള ടൈൽസും കാര്യങ്ങളും യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഭാഗത്തെല്ലാം നമുക്ക് വരുന്നത് പ്രീമിയം രീതിയിലുള്ള ടൈൽസും കാര്യങ്ങളും യൂസ് ചെയ്യുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ഒക്കെ വെച്ച് കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന ഒരു ബാത്റൂം ആണ് നമുക്കിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 800 സെൻറ്റ് സ്ഥലത്ത് 750 സ്ക്വയർ ഫീറ്റിൽ നല്ല മനോഹരമായ ഒരു 2 BHK വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ വീടിന് നല്ല ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആസ്കിംഗ് പ്രൈസ് തന്നെയാണ് നമുക്കിവിടെ ചോദിക്കുന്നത്. വെറും 38 ലക്ഷമാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് നമുക്ക് വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കിത് ട്രിവാൻഡ്രം സെൻട്രൽ സിറ്റിയിൽ നിന്ന് 10 കിലോമീറ്റർ മാറി നമുക്ക് വട്ടിയൂർക്കാവ് എന്നുള്ള സ്ഥലത്ത് കാവൻപുറം എന്നുള്ള സ്ഥലത്താണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് വെറും 38 ആണ്. തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് നമുക്ക് നെഗോഷ്യബിൾ ആയിട്ട് വരുന്നുണ്ട്. വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ട് നമ്പറിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. പർച്ചേസ് ചെയ്യാനുള്ള ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ കസ്റ്റമേഴ്സ് ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് ഹോം ലോണും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്.